ടോപ്പ് ആൻഡ് ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല വറുത്തരച്ചൊരു കൊഞ്ച് കറിയാണ്. വളരെ വേഗത്തിൽ തന്നെ സിമ്പിളായ നല്ല ടേസ്റ്റി ഉള്ളൊരു കൊഞ്ച് കറി നമുക്ക് തയ്യാറാക്കാം. ഈ റെസിപ്പി നിങ്ങൾ മുഴുവനായി കാണുകയും മാത്രമല്ല ഇത് നിങ്ങൾ ട്രൈ ചെയ്യുകയും വേണം. ഈ ഒരു കൊഞ്ച് കറി തയ്യാറാക്കാനായി 350 ഗ്രാം കൊഞ്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം 20 ചെറിയ ഉള്ളി, 7 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, അരമുറി തേങ്ങ, 2 ഏലക്ക, 3 ഗ്രാമ്പൂ, കുരുമുളക്, പെരിഞ്ജീരകം, ഒരു തക്കാളിപ്പഴം, ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ തേങ്ങ വറുത്തെടുക്കാം. അതിലേക്കായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം തേങ്ങ ഇട്ട് കൊടുക്കാം. 6 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. നേരത്തെ കാണിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയിൽ നിന്ന് പകുതി കട്ട് ചെയ്ത് ഇടാം. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം ഏലക്ക, ഗ്രാമ്പു, കുരുമുളക്, പെരിഞ്ജീരകം ഇത് കൂടെ ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് ചുമന്ന് കിട്ടുന്നത് വരെ നന്നായി ഒന്ന് വറുത്തെടുക്കണം. ഏകദേശം 2-3 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊന്നും നമുക്ക് വറുത്തെടുക്കണം. ഇതൊന്ന് ചുവന്ന് കഴിയുമ്പോൾ ഇതിനെ മീഡിയം ഫ്ലെയിമിലാക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2.5 സ്പൂൺ കാശ്മീരി മുളകാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം 2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. അപ്പോൾ തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇനി ഇതിനെ തണുക്കാനായി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലാക്കി നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതിനൊന്ന് അടിച്ചെടുക്കണം. ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് 4 സ്പൂൺ എണ്ണ ഒഴിച്ച് കടുകിട്ട് അതൊന്ന് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതിലേക്ക് ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ഇടാം. ഇനി ഇതിന് ചുവന്ന് കിട്ടുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്തതിന് ശേഷം നമുക്ക് തക്കാളിപ്പഴം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തക്കാളിപ്പഴം നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ഇനി നമുക്ക് അരച്ചു വെച്ചതായ നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് 1 മിനിറ്റ് എണ്ണയിലൊന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. മാത്രമല്ല ഇതിനാവശ്യമായ പുളി കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ലായിരുന്നു. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് ഇതിനൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കിയ കൊഞ്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 3-4 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. 4 മിനിറ്റിന് ശേഷമാണ് നമുക്ക് തുറന്ന് നോക്കാം. ഇതൊന്നുകൂടെ ഇളക്കി നമുക്കൊന്ന് അടച്ച് ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത് അടച്ച് ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കൊഞ്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഞ്ച് കറിയാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ചോറിനോടൊപ്പം നമുക്ക് കഴിക്കാൻ ഈ ഒരൊറ്റ കറി മാത്രം മതിയാകും. തീർച്ചയായും ഇതേ രീതിയിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മാത്രമല്ല എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.